ഹായ്, ഞാൻ ശ്രുതി. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, ഇന്ന് കാണിക്കുന്നത് ഒരു പ്രൊമോഷണൽ വീഡിയോയോ അല്ലെങ്കിൽ സ്പോൺസേർഡ് വീഡിയോയോ അല്ല. സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ച് എന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചിട്ട് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് കരുതി ഒരു വീഡിയോ തയ്യാറാക്കുന്നതാണ്. പിന്നെ കാണിക്കുന്ന വീഡിയോ ജ്വല്ലറി ഓർഗനൈസറിനെ കുറിച്ചാണ്. കമ്മലും വളയും വെക്കുന്ന ബോക്സുകളുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഞാൻ 2 ഐറ്റം വാങ്ങിച്ചു. കൊള്ളാം, നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കാണാം. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് കമ്മലിട്ട് വെക്കാനുള്ള ബോക്സ് ആണ്. ഇതാണ്, കാണുന്നുണ്ടോ? ലൈറ്റ് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇപ്പോൾ 3 ബോക്സ് ഉണ്ട്. ഒരു ബിഗ് സൈസ്, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു സ്മോൾ സൈസ്. ബിഗ് സൈസ് മാത്രമായിട്ടുള്ളതും അവൈലബിൾ ആണ്, ഈ ഒറ്റയ്ക്കായിട്ടുള്ളതും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ 2 എണ്ണം കൂടെ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതാണ്, ഇത് അതിന്റെ മീഡിയം റേഞ്ചിൽ വരുന്ന ബോക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കാം. വലിയ കമ്മലാണെങ്കിൽ ഇത് ഇളക്കിയിട്ട് ഇതിന്റെ അകത്ത് വെക്കാൻ സാധിക്കും. കൊള്ളാം. ഇതിനു മുന്നേ ഞാൻ ചെയ്തിരുന്നത് സാധാരണ ഇതേപോലത്തെ തന്നെ ഒരു ബോക്സ്, ഇങ്ങനെ പാർട്ടീഷൻ ഇല്ലാത്ത ബോക്സിന്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിൽ ഇട്ടായിരുന്നു കമ്മൽ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പൊട്ടിയൊക്കെ പോകുന്നതാണ്. ഒന്നിന്റെ മുകളിൽ ഒന്ന് വീണിട്ട് പൊട്ടിപ്പോയി. ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല, ആവശ്യത്തിനുള്ള കളക്ഷൻസേ ഉള്ളൂ. എങ്കിൽ കൂടി അത് പൊട്ടിപ്പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരിക്കൽ ഇങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ, ഫ്ലിപ്കാർട്ടും ആമസോണും മീഷോയും എല്ലാം സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ബോക്സ് കണ്ടത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ എന്നാലും ആ 3 സെറ്റാണല്ലോ, ഒരു സെറ്റിൽ 3 ബോക്സ് ഉണ്ട്. അതിൽ മീഡിയം സെറ്റാണ് ഈ ഇരിക്കുന്നത്. അതെനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇതാണ് ആ ഫസ്റ്റ് ഐറ്റം. ഇഷ്ടപ്പെട്ടോ? ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണ് ബോക്സ്. ഇത് വലിയ ബോക്സ് ആണ്, ഉള്ളതിൽ വലുതാണ്. അപ്പോൾ ഇങ്ങനത്തെ റിങ്സ് ഐറ്റം വരുന്നതിൻ്റെ ആ ഒരു പാർട്ടീഷൻ ഞാൻ മാറ്റി. കണ്ടോ, ഇങ്ങനെ വരുന്നത് പാർട്ടീഷൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ മാറ്റി വേണമെങ്കിൽ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ കയ്യിലുള്ള സാധാരണയുള്ള വലിയ കമ്മലുകൾ ആണ് ഈ വലിയ ബ്ലോക്കിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ്. ഇങ്ങനെ വരും. ബോക്സിൻ്റെ അകത്ത് പല ടൈപ്പ് ഇതുപോലത്തെ കമ്മൽ കണ്ടോ. ഈ ഇത് വരുന്നില്ലേ ഹാങ്ങിങ്, നമുക്കിതിനകത്ത് തൂക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റഡ്സും വെക്കാൻ പറ്റും. ഇതാണ്, ഈ ടൈപ്പാണ് ആദ്യത്തെ ആ ബിഗ് സൈസിലുള്ളത്. ഈ ചെറിയ ബോക്സിൻ്റെ അകത്ത് ചെറിയ കമ്മലുകൾ ഇതേപോലത്തെ, അതായത് ചിലപ്പോൾ സെറ്റായിട്ട് കിട്ടില്ലേ, മാലയുടെ കൂടെ സെറ്റായിട്ട് അങ്ങനെ കിട്ടുന്ന ചെറിയ കമ്മലുകൾ, ഇതേപോലത്തെ വെള്ള സ്റ്റഡ്സ്, പിന്നെ ഇതുപോലുള്ള. അപ്പോൾ ഇതാണ് ചെറുത്. മറ്റേ ആ മീഡിയം ബോക്സ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. നല്ല ബോക്സ് അല്ലേ, നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിന്റെ വില എത്രയായിരുന്നു എന്ന് വെച്ചാൽ, സിംഗിൾ ആണെങ്കിൽ 220ക്കും 260ക്കും പല സെല്ലേഴ്സിനും പലതാണ്. മീഷോയിൽ പല 220ക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ആമസോണിൽ 280 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 എണ്ണവും കൂടെ ഉള്ളത്, ഈ ഒരു സെറ്റായിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അത് 399 ആയി. പക്ഷെ സൂപ്പർ. നമ്മൾ എപ്പോഴും വാങ്ങുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ വാങ്ങുന്നുള്ളൂ. യൂസ്ഫുൾ ആണ്. അപ്പോൾ വളകൾ നമ്മൾ നോർമലി വെക്കാറുള്ളത് ഇങ്ങനെയാണല്ലേ, പ്ലാസ്റ്റിക് വളകൾ. ഇത് പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, കാറ്റടിച്ച് ഇതിന്റെ കളറൊന്നും ഫെയ്ഡ് ആവില്ല. സാധാരണ എങ്ങനെയാണ്, ഈ വനിതയോ ഗൃഹലക്ഷ്മിയോ പോലുള്ളത് മടക്കി അതിൻ്റെ അകത്ത് ഇങ്ങനെ പലരും ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് ഇത് മതി, ഇത്തരം വളകൾക്ക് ഇത് മതി. ഇത് തന്നെ ധാരാളമാണ്. ഇങ്ങനെ നമുക്ക് ഒരു ബോക്സിൻ്റെ അകത്തോ എന്തെങ്കിലും വെച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് നോക്കിയെടുക്കാൻ സാധിക്കും, എളുപ്പമുള്ളതാണ്. പക്ഷേ ഈ കളർ പോകുന്ന, നമ്മൾ വാങ്ങുന്ന ഗോൾഡൻ കളർ ബാംഗിൾസും അതേപോലെ തന്നെ കുറച്ച് കെയർ കൊടുക്കേണ്ട വളകളുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഭയങ്കര ഒരു പ്രോബ്ലം. അപ്പോൾ ആദ്യം സൂക്ഷിച്ചുകൊണ്ടിരുന്നത് തുണി കെട്ടി അതിൻ്റെ അകത്ത് സൂക്ഷിക്കായിരുന്നു. പിന്നെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ച് സൂക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ജ്വല്ലറി ഓർഗനൈസർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ സാധനം കണ്ടുമുട്ടിയത്. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. സിബ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് സിബ് തുറന്ന്
ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ തലയാണ പോലെ വെക്കില്ലേ, അതുപോലത്തെ സംഭവമാണ്. അതിൻ്റെ അകത്തും ഇങ്ങനെ ഒരു പാർട്ടീഷൻ വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ സ്വർണ്ണം പോലുള്ള വളകൾ ഇത് പെട്ടെന്ന് ഫെയ്ഡഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ളത് ഇതിൻ്റെ അകത്ത് വെക്കാം. അതിൻ്റെ അകത്ത് മോളും കൂടെ ആളുടെ ചെറിയ കൊച്ചു കൊച്ചു വളകളും കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇതെല്ലാം നമ്മൾ നല്ല കെയർ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ കളർ പോവും. അപ്പോൾ അങ്ങനെയുള്ള വളകൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 5 റോഡാണുള്ളത്. ഇത് വാങ്ങിച്ചപ്പോൾ 252 രൂപയായി. പലതിലും പല റേറ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ. ഫ്ലിപ്കാർട്ടിൽ 160 രൂപയാണ്. എക്സ്ട്രാ ഡെലിവറി ഫീ കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് 220-230 വരും. മീഷോയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അതിന് 6 റോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊള്ളാം. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ എല്ലാം അനലൈസ് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. ഇത് നല്ല സ്പോഞ്ചാണ്, കൊള്ളാം. സംഭവം 6 എണ്ണം ഉണ്ട്. 160 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ കൊള്ളാമല്ലോ. ഇപ്പോൾ പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഈ റേറ്റിനാണ്. എന്തായാലും ഒന്ന് നോക്കുക. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഈ സ്ഥലങ്ങളിലോട്ടൊന്നും ഡെലിവറി ഇല്ല. അത് കാരണമാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക. പക്ഷേ ഈ പറഞ്ഞ പോലെ റേറ്റ് എല്ലാത്തിലും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്താണ്, കമൻറ്റ് ചെയ്യണം.